ഹായ് നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റുള്ള ഹോർമോൺസിനെ പോലെ തന്നെ ഈ ഹാപ്പി ഹോർമോൺസ് 4 ഉള്ളത്. ഡോപ്പാമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ ആൻഡ് സെറിറ്റോണിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നിത്യജീവിതത്തിൽ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോപ്പർ മെറ്റബോളിസം ഡൈജഷൻ നടക്കാനും പ്രോപ്പറായിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ടും മസിൽസ് കോൺട്രാക്ഷൻ ആണെങ്കിലും ലിവർ ഫങ്ഷൻ നടക്കാനും എല്ലാത്തിനും നമ്മുടെ ലേണിംഗ് മെമ്മറി നമ്മുടെ ചലനങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ഇതൊക്കെ ഒഴിവാക്കാനും എല്ലാം ഈ ഹാപ്പി ഹോർമോൺസ് വളരെ അത്യന്താപേക്ഷിതമാണ്. സോ എവിടെയൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഡോപ്പാമിൻ ഉണ്ടാകുന്നത് ബ്രെയിനിലാണ്, ഗട്ടിലാണ് സെറിറ്റോണിൻ ഉണ്ടാകുന്നത്. ഓൾറെഡി സെറിറ്റോണിൻ്റെ ഞാനൊരു വീഡിയോ ആണോ ഷോർട്ടോ ഏതോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ. സോ പിന്നെ എൻഡോർഫിൻ എന്ന് പറയുന്ന നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ്, നെർവസ് സിസ്റ്റത്തിലാണ്, നെർവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിനുള്ള ഒരു ഗ്ലാൻഡാണ്, പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ഹോർമോൺസ്. ഈ മെയിൻ മീൻസ് ഈ ഹാപ്പി ഹോർമോൺ, മെയിൻ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺ. സോ നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴും ഒക്കെ ടെൻഷനായിട്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഒരുപാട് ഈ ഹാപ്പി ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. പിന്നീട് അത് നമ്മളുടെ ഓർഗൻസിനെ സെൽസിനെയൊക്കെ ബാധിക്കും. നമുക്കിപ്പം ഡോപ്പമിനെ കുറിച്ച് പറയാം. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബ്രെയിനിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതൊരു റിവാർഡ് ഹോർമോണാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുക, റിവാർഡ് കൊടുക്കുക, ഒരു കൺഗ്രാജുലേഷൻ പറയുക, വെൽ ഡൺ എന്ന് പറയല്ലേ നമ്മൾ. അപ്പം ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയല്ല, വെളിയിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഓഫീസിലും ഒക്കെ നല്ലത് ചെയ്യുമ്പോൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമ്മൾക്കും കിട്ടും. ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ് ഒക്കെ, പോസിറ്റിവിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഓക്കെ, നമ്മൾ നല്ലൊരു കറി വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അമ്മേനോ ചേച്ചിമാരെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിനെയോ വൈഫിനെയോ ഒക്കെ അംഗീകരിക്കണം, നല്ല കറി എന്ന് പറയണം അല്ലേ. അതുപോലെ തന്നെ അത് തന്നെയല്ല ഏത് വർക്ക് ചെയ്യുന്നാലും, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കുഞ്ഞുങ്ങൾ ആർട്സിലാണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അക്കാഡമിക്കിലാണെങ്കിലും നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കുമ്പോൾ, നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ അവരെ എല്ലാം ടീച്ചേഴ്സ് അംഗീകരിക്കണം. അതുപോലെ തന്നെ വെൽഡൺ എന്ന് പറയലേ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ആ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എന്ത് കണ്ടാലും അപ്പോൾ ഡോപ്പമിൻ ഉണ്ടാകാനായിട്ട് നമ്മൾ ഗ്രീറ്റ് ചെയ്യുക, അല്ലെ അംഗീകരിക്കപ്പെടുക. അതുപോലെ തന്നെ എക്സസൈസ്, ഡാൻസിങ്, മ്യൂസിക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കുക, ഇതെല്ലാം നമുക്ക് ഡോപ്പമിൻ. നമുക്ക് ഇഷ്ടമുള്ള സംസാരിക്കുക കുറച്ചു നേരം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബുക്ക് വായിക്കുക, വെളിയിൽ പോവുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉണ്ടാകും. ഇനി അടുത്തത് സെറിറ്റോണിനാണ്. സെറിറ്റോണിനെ നമ്മൾ പറയുന്നത് മൂഡ് സ്റ്റെബിലൈസർ, നമ്മുടെ മൂഡ് ഓക്കെ ആക്കി വെക്കുന്നത്, പീസ്ഫുൾനെസ് കൊടുക്കുന്നത്, അതാണ് സ്ട്രെസ് ഫ്രീ ആക്കി വെക്കുന്നത്. ഇതിന് നമ്മൾ ട്രിപ്റ്റോഫാൻ കണ്ടെയ്നിങ് ഫുഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, ബനാന ഉൾപ്പെടെ, നേന്ത്രപ്പഴമൊക്കെ അതിന് നല്ലതാണ്. അതുപോലെ പല ഫുഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സൺലൈറ്റ് ഏൽക്കുക, രാവിലെ വൈകുന്നേരമൊക്കെ സൺലൈറ്റ്, വെളിയിൽ പോവുക, വാക്കിംഗ് പോവുക, അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇടുക. അപ്പം പാഷനായിട്ട് ചെയ്യുക, നല്ല ആക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പീസ്ഫുള്ളോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ സൺലൈറ്റിലൊക്കെ ഒന്ന് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത്, നടക്കുക എന്നുള്ളത്. പിന്നെ മെഡിറ്റേഷൻ, യോഗ ഒക്കെ നല്ലതാണ് സെറിറ്റോണിൻ ഉണ്ടാകാനായിട്ട്. പിന്നെ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പെയിൻ കില്ലറാണ്. നാച്ചുറൽ പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം, പെയിൻ ഉണ്ടാകുന്നത് നെർവസിലാണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എക്സസൈസ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക, അങ്ങനെയുള്ള എല്ലാം നമുക്ക് എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,
പിന്നെ എൻഡോർഫിൻ കിട്ടാനായിട്ട് ഈറ്റിംഗ് സ്പൈസി ഫുഡ് നല്ല നല്ല ഇതിൽ വരുമ്പോൾ നല്ല നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കോഫി കുടിക്കണം, നല്ല സ്ട്രോങ് ടീ കുടിക്കണം എന്നൊക്കെ തോന്നുന്നത് എന്ന് പറയുന്നത് അതപ്പോഴൊക്കെ എൻഡോർഫിൻ. അതുപോലെ സ്പൈസി ഫുഡ് കഴിക്കുക, നല്ലൊരു നല്ല മസാല ഫുഡ് കഴിക്കുക വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ഇതൊക്കെ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോണാണ്. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട്, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമില്ലേ, ഫീറ്റസ് കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോഴേ ഉള്ള ഒരു ബന്ധം, അതാണ് ഈ പുക്കിൾക്കൊടി മുറിച്ച് പോകുമ്പം ആ ബന്ധം എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ആ പുക്കിൾക്കൊടിയിലൂടെയുള്ള ബന്ധം കുഞ്ഞിനെല്ലാം കിട്ടുന്നത് ആ ഉംബിലിക്കൽ കോഡിലൂടെയാണല്ലോ. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് മുലപ്പാലിൽ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഓക്സിറ്റോസിൻ ആ സമയത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അതാണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ്. അതിന് നറീഷ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഈ മുലപ്പാൽ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ രണ്ടുപേരുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ഇടയിലുള്ള ആ ബന്ധം, ആ ഒരു സ്നേഹബന്ധം കൂട്ടുക, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. സോ ഇത് ഒരു ഹഗ്ഗിങ് അല്ലെങ്കിൽ ഒരു പെറ്റ്, നമ്മുടെ ഹഗ്ഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പെറ്റ് ഉണ്ടോ എന്ന് വെച്ചോ, നായ്ക്കുട്ടിയോ അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് അതിനെ ഗോയിങ് ഔട്ട് വിത്ത് ദാറ്റ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഇങ്ങനെ പെറ്റിനെയൊക്കെ നമ്മൾ ഓമനിക്കുക, പശുക്കുട്ടി, ആട്ടിൻകുട്ടി, അങ്ങനെയൊക്കെ. അതിലും അതുപോലെ തന്നെയാണ് വീട്ടിലുള്ള ഒരു ബന്ധം കൂട്ടുക, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് കൂട്ടുക, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക, ഹഗ് ചെയ്യുക, അതൊക്കെ ഉണ്ട്. അത് ഇഷ്ടമുള്ളവരുടെ കൂടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും നല്ലത് കേൾക്കുമ്പോഴും ഒക്കെ, നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ സ്ട്രെസ്സിനെ മാക്സിമം, കുറേയൊക്കെ സ്ട്രെസ് ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകുമെങ്കിലും അതിനെ മുന്നോട്ട് പോകാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബെഡിലിരുന്നുകൊണ്ട് തന്നെ കണ്ണടച്ച് കുറച്ച് പ്രാണായാമമൊക്കെ ചെയ്ത് ഈവനിങ്ങിലും അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ സ്ട്രെസ് കുറച്ച് നേരം മാറ്റി നിർത്താനായിട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ശ്രമിക്കണം. അങ്ങനെ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആകുകയുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക് യു സോ മച്ച്. സോ ഇവിടെ കാണുന്നതെല്ലാം എക്സാമ്പിളാണ്. നമ്മളുടെ ഫാമിലി ബോണ്ടിങ് ആണെങ്കിലും അല്ലാത്ത ഏതെങ്കിലും ഉള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഹാപ്പിനെസ്സിന് വേണ്ടി. ഓക്കെ, അത് മൂവിങ് ഔട്ട് ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണെങ്കിലും ഹഗ് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും ഓക്കെ, നമ്മൾ പ്ലീസ്ഫുള്ളായിട്ട് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ആ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.